എൻ്റെ കമൻറ്റ് പറട്ടെ. ആ ശരി. ഹലോ ഫ്രണ്ട്സ്, ഇതെൻ്റെ വീട്ടുവളപ്പിൽ നട്ടിയ ഞാലിപ്പൂൻ വാഴ ചൂടാണ്. ഇതിൽ 2 വാഴ വിത്തുകൾ ഉണ്ടായിട്ടുണ്ട്. അത് രണ്ടും നല്ല ഒരുപോലെ ഉണ്ടായത്, ഒരുപോലെ വെട്ടുവാണ്. ഒരേ പ്രായത്തിൽ വിളഞ്ഞ് അതെ കണ്ടോ കാണാൻ പറയാമല്ലേ, ഒരുപോലെ വിളഞ്ഞ് നിൽക്കുന്ന വാഴയാണ്. അത് വെട്ടാൻ പോവാണ്. ഈ നിൽക്കുന്നത് അതുപോലെ വിളഞ്ഞ് നല്ല അണ്ണാമര വീണ് പൊട്ടാറായി. ഇതിൻ്റെ 2 പൊട്ടിയിട്ടുണ്ട്. ഇത് വെട്ടാൻ പോവാണ്. ഇതിൻ്റെ ചുവട്ടിൽ നിന്ന് വെട്ടാൻ പോവാണ്. അത് ഉടനെ വെട്ടി താഴെ ഇറക്കുവാണ്. ഇത് മറ്റൊരു വീടിൻ്റെ വളപ്പിൽ നട്ട മറ്റൊരു ഞാലിപ്പൂ മഴ ചൂടാണ്. ഇതിൽ അങ്ങോട്ട് പോട്ടെ. ഇതേ കാണുക ഉണ്ടോ? അത് വിളഞ്ഞ് വരുന്നേ ഉള്ളൂ. കൊലച്ചിട്ട് വിളഞ്ഞ് വരുന്നേ ഉള്ളൂ. വേണ്ട ഒരു മുഴുത്ത വാഴക്കൊലയാണ് അതിൻ്റെ. ഇത് ചാഞ്ഞ് വാഴ വേണ്ടി കെട്ടി വെക്കുകയാണ്. ഇതിൻ്റെ ചുവട്ടിലും താമസിക്കാതെ ഈ വാഴ വിത്തും വിളഞ്ഞു വരും. ഇതൊക്കെ അടുത്തുടനെ കായ്ക്കാനുള്ളത്. ഇത് ചുവടിൽ ഒരുപാട് വിത്തുകളുണ്ടാകും. ഇതാണ് നമ്മൾ ഞാലിപ്പൂ മഴ നട്ട് കഴിഞ്ഞാൽ നമുക്ക് പല ഗുണങ്ങളുണ്ട്. കേട് കുറവാണ്. തീരെ കേടും കുറവുള്ളതാണ്. ഇതിന് വളർന്നു വരുന്ന ഉടനെ വെട്ടാൻ പോകുന്നു. ഇതിന് ചുവട്ടിൽ ധാരാളം വിത്തുകളും ഉണ്ടായി വരുന്നുണ്ട്. ശരി, ഓക്കെ. ഇത് റെഡ് ഓമയ്ക്കയാണ്. റെഡ് കപ്പളങ്ങയാണ്. ഇത് നട്ട് വളർത്തുകയാണ്. ഇത് പഴുക്കാറായി വരുന്നു. ഇത് നോക്കിക്കേ, ഇത് പഴുക്കാറായി വരുവാണ്. ഈ ഓമയ്ക്ക അല്ലെങ്കിൽ കപ്പളങ്ങ എന്ന് പറയും. കപ്പളങ്ങ പഴുക്കാറായി വരുന്നു. ചെറിയൊരു നിറം വെച്ച് വരുന്നു. റെഡ് കപ്പളങ്ങ എന്ന റെഡ് ഓമയ്ക്ക എന്നൊക്കെ പറയപ്പെടും. ഇത് ചെറുപ്പം മുതലേ ഇത് ഉണ്ടായി വരും. ഇതിൻ്റെ ഒരുപാട് വിത്തുകൾ ഇവിടെ നട്ട് വളർത്തിയിട്ടുണ്ട്. ഇതൊരു റെഡ് കപ്പളങ്ങയാണ്. നല്ല ചുമന്നിരിക്കും ഇതിൻ്റെ പഴം. ഇത് ഉണ്ടായി വരുന്നുള്ളൂ. ഉണ്ടോ? പൂക്കളുണ്ടോ? ഇത് പൂക്കളൊക്കെ ഉണ്ടായി വരുന്നതുണ്ട്. ഇതും നമുക്ക് നല്ല രീതിയിൽ ഉണ്ടാകാനായിട്ട് ഉള്ളതാണ്. ചെറുപ്പമേലെ ഇത് കായ്ക്കുന്നതാണ്. റെഡ് കപ്പളങ്ങയുടെ വിത്താണ്. ഉണ്ടോ? അപ്പൊ അത് മതി. അന്നേരം അവർക്ക് ഒടിവുള്ളൂ. വലിക്കണ്ടെന്നേ. അത് വെട്ടി പപ്പട കയ്യിൽ വന്നാൽ പിടിക്കുമോ? എന്നാ ഇങ്ങനെ വെട്ടിയിട്ട് പപ്പയ്ക്ക് ഒറ്റ വെട്ടിന് വെട്ടിയിട്ട് പപ്പ ഒന്ന് പിടിക്കുന്നേ. ഇതാണ് ഞാലിപ്പോൾ മഴക്കില്ല. നല്ല വിളഞ്ഞ് കായകളൊക്കെ പൊട്ടി ഉണ്ടോ? ഒരു കായ വിളഞ്ഞ് പൊട്ടിയുണ്ടോ? പൊട്ടി. അതിനുമ്പോൾ ഇത് നേരത്തെ വെട്ടണ്ടാകും. ഒരു ദിവസം മുമ്പ് മുട്ടണ്ടായിരുന്നു. ഞാനിവിടെ ഇരിക്കണേ. ഞാലിപ്പോൾ വാഴ ഒന്ന് വെട്ടി. ഇനി അടുത്ത് വെട്ടാൻ പോവാണ്. ആ നിൽക്കുന്ന വാഴത്തിൽ ഉടനെ വെട്ടാൻ പോവാണ്. ഓക്കെ. അത് അടുത്ത ഞാലിപ്പൂ മഴയും വെട്ടാൻ പോവാണ്.
കൊട്ടും വലിയ ഒരു ഇതാണ് അടുത്ത വാഴക്കല. ഇത് മറ്റേ വാഴക്കലൊക്കെ ഇച്ചിരി മുഴുത്ത വാഴക്കലാണ് അല്ലേ? ഇതും പൊട്ടിയിട്ടുണ്ടോ? ഇതും വിളഞ്ഞ് കൂടി പൊട്ടി. ഒരാഴ്ച മുമ്പ് വെട്ടണ്ടായിരുന്നു ഈ വാഴക്കല. നല്ല അടിപൊളി വാഴക്കലയാണ്. നല്ല ജൈവവളം മാത്രം ഇട്ടുണ്ടായ വാഴക്കലയാണ്. ഓക്കെ, ഇത് മറ്റേ വാഴക്കലൊന്നുമില്ല, മുഴുത്ത വാഴയാണ്. നല്ല അടിപൊളി വാഴയാണ്. ഉണ്ടോ? ചുമ്മാ നട്ടു വളർത്തിയുള്ളൂ, വേറെ പ്രത്യേക വളങ്ങളൊന്നും ചേർന്നില്ല. പ്രത്യേക വളങ്ങളൊന്നും ചേർന്നില്ല. നല്ല വാഴക്കലാണ്, നല്ല വിളഞ്ഞ് നല്ല സൂപ്പറായിട്ടിരിക്കുന്ന വാഴക്കല. നമുക്ക് വീട്ടു വളർത്തി ഇതുപോലെ നട്ടു വളർത്താൻ ഉള്ളൂ. ഓക്കെ, അതുപോലെ ഇരിക്കട്ടെ. രണ്ട് വാഴക്കല നമ്മൾ നട്ടു വളർത്തിയതാണ്. ഈ വാഴക്കല ഒരു മറ്റ് വളങ്ങളൊന്നും ചേർക്കാതെ തന്നെ വളർത്തിയാണ്. നല്ല അടിപൊളി വാഴക്കുല, നല്ല വിളഞ്ഞ് സൂപ്പർ വാഴക്കുലയാണ്. ഓ, നല്ല കനമാണ്. നമ്മൾ വീട്ടു വളർത്തി നട്ട് വളർത്തിയ ഞാലിപ്പോൾ ഒരു വാഴക്കുലയാണ്. രണ്ടും ഒരുപോലെ വളർന്ന് ഒരുപോലെ വെട്ടി നമുക്ക് പഴിപ്പിക്കുകയോ കടയിൽ കൊടുത്ത് കാശ് വാങ്ങുകയോ എന്ത് നമുക്ക് ഇഷ്ടംപോലെ ചെയ്യാം. ഈ അടിപൊളി വാഴക്കുലയുണ്ട്. നമുക്ക് എല്ലാവർക്കും ആർക്കും ഇത് വീട്ടു വളർത്താൻ തോന്നുന്ന ഒരു വാഴക്കുലയാണ്. എങ്ങനെയുണ്ട്? നല്ല വാഴക്കുലയല്ലേ? നമ്മുടെ വീട്ടു വളർത്തി നട്ടു വളർത്തിയ ഞാലിപ്പൂൻ വാഴയാണ്. രണ്ടും ഒരേ സമയത്ത് വളർന്നു, ഒരേ സമയത്ത് വെട്ടുന്നു. ഇത് നമുക്ക് എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യങ്ങളാണ്. വീട്ടിലുള്ള വലിയ വളങ്ങളൊന്നും ചേർന്നിട്ടില്ല. നമ്മൾ നാടൻ ചാണകങ്ങളോ അങ്ങനെ മറ്റുള്ള വളങ്ങൾ മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ. ഇതാണ് വാഴക്കുല. നല്ല അടിപൊളി വാഴക്കുലയാണ്. വിളഞ്ഞ് നല്ല വിളഞ്ഞ വൃത്തിയായിട്ടിരിക്കണം. ഇത് പഴിപ്പിക്കുകയോ കടയിൽ കൊടുത്ത് കാശ് വാങ്ങുകയോ ഒക്കെ ചെയ്യാം. നല്ല അടിപൊളിയാണ്. എടുത്താൽ പൊങ്ങുന്നില്ല. ഉണ്ടോ? ഇത്രയും വേണമുണ്ട്. എടുത്താൽ പൊങ്ങുമോ? അങ്ങനെയാണ് നമ്മുടെ ഞാലിപ്പൂ വാഴക്കുല വെട്ടിയെടുത്തിരിക്കുന്നത്. ഓക്കെ, കറക്കട്ടെ. ഉണ്ടോ? ഞാലിപ്പൂവൻ വാഴത്തോട്ടം. ഞാലിപ്പൂവൻ വാഴത്തോട്ടത്തിലെ വാഴക്കുലകൾ. ഓക്കെ.